ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ തോരനാണ്. നമ്മൾ ഓൾറെഡി പപ്പായ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ അരപ്പ്, പിന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തി എറിഞ്ഞത്, ഒരു കഷ്ണം പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 2 വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ നമ്മളിതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിം വെച്ചിട്ടാണ് നമ്മൾ കടുക് ഇട്ട് കൊടുത്തേക്കുന്നത്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ ഒരു കഷ്ണം പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവാള, ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നവരേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴേക്കും ഇത് പപ്പായ ഓൾറെഡി ഇവിടെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് കൊടുത്ത അരപ്പിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇത്രയാണ് ഈ ഒരു അരപ്പിൽ അരച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, ചോറിന് പറ്റിയൊരു തോരനുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.